കേസ് ഭീഷണി മുഴക്കിയ ബിന്ദുവിനും റിട്ടയേർഡ് പോലീസുകാരൻ പ്രദീപിനുമെതിരെ നടപടി ആശയുടെ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ. ഇരുവരും വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന കുറിപ്പിൽ. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുങ്ങിയിരിക്കുകയാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് CP രാധാകൃഷ്ണൻ പത്രിക നൽകാനെത്തിയത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, ഇപ്പോൾ മത്സര ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. ആദ്യ സ്ഥാനാർത്ഥി NDAയുടെ CP രാധാകൃഷ്ണൻ പത്രിക നൽകി കഴിഞ്ഞു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? അതുല്യ, അല്പസമയം മുമ്പാണ് CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാനമന്ത്രിക്കൊപ്പം എത്തിയാണ് അദ്ദേഹം വരണാധികാരിയായ രാജ്യസഭാ സെക്രട്ടറി ജനറൽ മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. എന്തായാലും NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. BJP നേതാക്കൾക്കൊപ്പം തന്നെ മറ്റ് കക്ഷി നേതാക്കളെല്ലാം തന്നെ ഈ പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നു എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം. രാവിലെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട് അതിനുശേഷം ഈ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് പത്രിക സമർപ്പിക്കാൻ എത്തിയെന്നാണ് വിവരം. എന്തായാലും NDAയുടെ സ്ഥാനാർത്ഥി, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. എന്തായാലും നാളെ പത്രിക സമർപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചത്. എന്തായാലും ഒരു എതിരില്ലാതെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു തടയിടുക എന്നതായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഒരു മത്സരം എന്നത് നടത്തുക, ഒരു മത്സരത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് തന്നെയാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത്. ആ രീതിയിലായിരുന്നു ഇന്ത്യ സഖ്യവും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യവും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എന്തായാലും അടുത്ത മാസം 9-ാം തീയതിയാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ആദ്യം പത്രിക സമർപ്പിച്ചതും NDA സ്ഥാനാർത്ഥിയാണ്. ഇനി നാളെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. എന്തായാലും വലിയ പിന്തുണ എല്ലാം തന്നെ NDA സ്ഥാനാർത്ഥിക്ക് വിവിധ കക്ഷികളിൽ നിന്നെല്ലാം തന്നെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. YSR കോൺഗ്രസ് അടക്കം പ്രധാനപ്പെട്ട കക്ഷികൾ, NDAയുടെ കക്ഷികളെല്ലാം തന്നെ പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് CP രാധാകൃഷ്ണനെ പിന്തുണ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ CP രാധാകൃഷ്ണന് പൂർണ്ണമായ പിന്തുണ ഈ കക്ഷിയോഗത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. എന്തായാലും അല്പസമയം മുമ്പാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. രാജ്യസഭാ സെക്രട്ടറി ജനറലിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. പ്രധാനപ്പെട്ട ഇന്ത്യയുടെ നേതാക്കളെല്ലാം തന്നെ ഈ പത്രിക സമർപ്പണത്തിന് ഉണ്ടായിരുന്നു. അതുല്യ. ശരി ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡി അടുത്ത ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വാർത്തയാണ്